സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും മലപ്പുറം കുടുംബ കോടതിയിൽ വീട്ടമ്മയ്ക്ക് വെട്ടേറ്റൊരു സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. വണ്ടൂർ സ്വദേശിനി ബൈജു ആണ് ഭാര്യ മാതാവ് ശാന്തയെ വെട്ടിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കത്തിയും വാളും ഉപയോഗിച്ച് പ്രായമായ വീട്ടമ്മയുടെ പുറത്തുവിട്ടുകയും മുടി പൂർണ്ണമായും മുറിച്ചു മാറ്റുകയുമായിരുന്നു. പരിക്ക് പറ്റിയിട്ടുള്ള അമ്മയും മരുമകളെയും ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കാറിലാണ് എത്തിച്ചത്. ഇന്ന് ആ കേസ് മലപ്പുറം കുടുംബ കോടതിയിലുണ്ടായിരുന്നു. ആ കേസ് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി അമ്മയും ആ മോളുമാണ് കേസിന് വേണ്ടി വന്നിട്ടുള്ളത്. ഭർത്താവായിട്ടുള്ള ആളും പ്രസൻ്റ് ആയിരുന്നു. അതിനുശേഷം അമ്മയും മകളും കൂടി പുറത്തേക്ക് നടന്നു പോണ സമയത്ത് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ വന്നിരുന്നത്. ആ ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ട് ഈ മോളെ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. മോള് വീണു. അമ്മ പിടിക്കാൻ ചെന്ന സമയത്ത് അദ്ദേഹം വടിവാളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അടുത്ത് വെട്ടി, അമ്മയെ നന്നായി വെട്ടി. അമ്മയ്ക്ക് നല്ല ഇൻസൈസർ വൂണ്ടുണ്ട്, നല്ല വൂണ്ടുണ്ട്, ബ്ലഡ് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കോട്ടപ്പടി ജില്ലാ ആശുപത്രി ചെയ്തിട്ട് ഇപ്പോൾ അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുറത്ത് ഷോൾഡറിന്റെ സൈഡിലാണ് വിട്ടിട്ടുള്ളത്. മാത്രമല്ല തുടയ്ക്കും വിട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. ഇത് അഭിഭാഷകന്റെ വാക്കുകളാണ് കേട്ടത്. അനുമോദ്, അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് ഒരു കരുതിക്കൂട്ടിയുള്ള ആക്രമണം, വടിവാളും മറ്റായുധങ്ങളും കൊണ്ടുവന്ന് ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇരുവരെയും, ഭാര്യയെയും ഭാര്യാമാതാവിനെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നോ ഈ പ്രതി ബൈജു സ്ഥലത്തെത്തിയത്? ടോം, ഞാൻ നിൽക്കുന്നത് മലപ്പുറം കുടുംബ കോടതിക്ക് മുൻപിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് കുടുംബ കോടതി. ഇവിടെ ആ ശാന്ത എന്ന സ്ത്രീയുടെ രക്തം വീണ് കിടക്കുന്ന സ്ഥലമാണ് പോലീസ് ഇപ്പോൾ മറച്ച് കെട്ടിയിരിക്കുന്നത്. ഫോറൻസിക്കിൻ്റെയും മറ്റും പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു നടപടി. ഈ നടന്ന സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 1 മണിക്ക് മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവർ ഈ കുടുംബ കോടതിയിൽ ഡൈവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ കൗൺസിലിങ്ങിന് നിർദ്ദേശിച്ച് കോടതി കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കേസ് പരിഗണിച്ച ശേഷം കോടതി അടുത്ത മാസത്തേക്കാണ് മാറ്റിയിരുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയ ഇവരെ ബൈജു സ്വന്തം ഓട്ടോറിക്ഷ, ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷ ഉണ്ട് ബൈജുവിന്. ആ ഓട്ടോറിക്ഷയിലാണ് ഈ കത്തിയും വടിവാളുമൊക്കെ വെച്ചിട്ടുള്ളത്. ആ ഓട്ടോറിക്ഷ വെച്ച് ഭാര്യ ദിൽഷയെ ഇടിക്കാൻ ശ്രമിക്കുകയും ദിൽഷ ഈ ഓട്ടോറിക്ഷ ഇടിച്ച് വീഴുകയും ചെയ്തു. തുടർന്ന് ദിൽഷയുടെ അടുത്തേക്ക് അമ്മ ശാന്ത വന്നപ്പോൾ വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന വടിവാളും കത്തി ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശാന്തയുടെ പുറത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്, കാലിൻ്റെ തുടയ്ക്കും മുറിവേറ്റിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു കത്തിയും വടിവാളും ഈ ഒരു മേഖലയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഫോറൻസിക്കിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു അക്രമം നടത്തിയ ശേഷം പ്രതി ഇവിടെയാണ് നിന്നത്. ഇവിടെ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തുകൊണ്ടുപോയത്. അതിൻ്റെ അക്രമത്തിന് ഉപയോഗിച്ച ആയുധങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി ഈ അക്രമം നടന്ന സ്ഥലം ഇതിന് തൊട്ടടുത്തുള്ളത് തന്നെയാണ്. ഈ കുടുംബ കോടതിയുടെ പ്രധാന വഴിയിലാണ് ഈ ഒരു അക്രമം നടന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഒരു ഷീറ്റ് വെച്ച് മറച്ച ഇടത്താണ് സ്ത്രീയുടെ അവിടെ വെച്ചാണ് അക്രമം ഉണ്ടായത്. അവിടെ ശാന്തയുടെ തലമുടി വെട്ടേറ്റ് വീണിട്ടുണ്ട്. അതാണ് അവിടെ മൂടി വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് നമുക്ക് കാണാം ഒരു ഓട്ടോറിക്ഷ, ഒരു സ്വകാര്യ ഓട്ടോറിക്ഷ കാണാം, നീല നിറത്തിലുള്ള. അതിലാണ് പ്രതി ആയുധങ്ങൾ വെച്ചിരുന്നതും അതാണ് പ്രതി ഉപയോഗിച്ച വാഹനം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഓട്ടോറിക്ഷ വെച്ച് പ്രതി ഭാര്യ ദിൽഷയെ ഇടിച്ചിടാൻ ശ്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ച ഭർത്തൃമാതാവായ ശാന്തയെ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന വടിവാളും കത്തി ഉപയോഗിച്ച് വെട്ടി. ഇവിടെ വെച്ച് വെട്ടേറ്റ ശാന്ത കുടുംബ കോടതി വരെ ഓടുകയായിരുന്നു. ആഴത്തിൽ മുറിവുണ്ട്. പുറത്തും കാലിൻ്റെ തുടയ്ക്കുമാണ് വെട്ടേറ്റിട്ടുള്ളത്. ഇവരെ ഗുരുതര പരിക്കുകളായതുകൊണ്ട് തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിയെ ഉടൻ തന്നെ എല്ലാവരും തടഞ്ഞു വെക്കുകയും മലപ്പുറം പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വീട് വണ്ടൂർ ആണ്. വണ്ടൂർ പോരൂരാണ് ഇയാളുടെ വീട്. ബൈജുവൻ എന്നാണ് ഇയാളുടെ മുഴുവൻ പേര്. ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ്. ഈ ഒരു 2 മക്കളാണ് ഇവർക്കുള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്
ഇവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്ന പരാതി നൽകി ഇവർ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. എന്താണെങ്കിലും കോടതിയിലെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇയാളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ അത്യന്തം ദാരുണമായ കൂട്ടി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ കുടുംബം പറയുന്നതനുസരിച്ച്, അഭിഭാഷകനൊക്കെ പറയുന്നതനുസരിച്ച് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഭർത്തൃ വീട്ടിൽ ക്രൂരത അനുഭവിക്കുന്ന ഒരു യുവതി, അതേ തുടർന്ന് വിവാഹമോചനം നേടുന്നു. എന്നാൽ അവിടെയും വെറുതെ വിടാതെ ഈ പ്രതി മുന്നോട്ട് വരുന്നു, രണ്ടുപേരെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ദുരിതം, ഇയാളിൽ നിന്നും ക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ട്. ഇങ്ങനൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? പോലീസ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? ടോം, ഈ 2016 ഇവരുടെ വിവാഹം കഴിയുന്നത്. 2018 19 ഇവർക്ക് 2 കുട്ടികളുണ്ട്. 2 ആൺകുട്ടികളാണ് ഇവർക്കുള്ളത്. അതിനുശേഷമാണ് ഈ യുവതിയെ ഇയാൾ കൂടുതൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയതും പീഡിപ്പിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ഈ ശാരീരിക മാനസികമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് ഇവർ കോടതിയെ സമീപിച്ചതും വിവാഹമോചനത്തിന് ഹർജി കൊടുത്തിട്ടുള്ളതും. മറ്റൊന്നും വേണ്ട, വിവാഹമോചനം മാത്രം മതിയെന്ന് ഈ ഒരു യുവതി കോടതിക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് യുവതിയുടെ കേസ് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകൻ പറഞ്ഞത്. അതായത് ഇയാളിൽ നിന്ന് മോചനം തന്നാൽ മാത്രം മതി, മറ്റൊന്നും ജീവനാംശമോ സ്വത്തോ ഒന്നും വേണ്ട എന്ന തരത്തിൽ, ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിൽ ഈ യുവതി അനുഭവിക്കുന്നുണ്ട് ഇയാളിൽ നിന്നും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇയാൾക്കെതിരെ നിലവിൽ കേസുകളുള്ളതായിട്ട് മലപ്പുറം പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. വണ്ടൂർ ആണ് ഇയാളുടെ സ്വദേശം. വണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പ്രാഥമികമായിട്ട് ഇയാൾക്കെതിരെ കേസുകളുള്ളതായിട്ട് വിവരം ഇല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു വടിവാളും കത്തിയുമൊക്കെ വാഹനത്തിൽ സൂക്ഷിച്ചു നടക്കുന്ന ആൾ, അത് എന്താണെങ്കിലും ഒരു സാധാരണ മാനസികാവസ്ഥയുള്ള ആളല്ല. ഭാര്യയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിത്വം എന്നതിനപ്പുറം വാഹനത്തിൽ ഈ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു കരുതിക്കൂട്ടിയ ഒരു ക്രിമിനൽ മനസ്സുള്ള, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഉറപ്പിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അയാൾക്കെതിരെ മറ്റെന്തെങ്കിലും കേസുകൾ മുൻപുണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ മലപ്പുറം പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. ഈ വെട്ടേറ്റ ശാന്ത അതീവ ഗുരുതരാവസ്ഥയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കുടുംബ കോടതിയിലാണ് പ്രതി ഭാര്യ മാതാവിനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 വർഷത്തിലധികമായി ഈ പ്രതി ഭാര്യയെ ക്രൂരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കുടുംബ കോടതിയിൽ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതിനു ശേഷമാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. കരുതിക്കുട്ടുള്ള ആക്രമണം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനായി വടിവാൾ കൊണ്ടുവന്നിരുന്നു. വടിവാൾ ഉപയോഗിച്ച് ക്രൂരമായി ഭാര്യ മാതാവിനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ.